ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എക്സ്പേർട്ട് നാവിഗേറ്റർ വന്നിരിക്കുകയാണ്. ദുബായിയുടെ സ്വന്തം എക്സ്പേർട്ട് വണ്ടിയുടെ വിശേഷവുമായിട്ട്. എനിക്ക് ഈ വീഡിയോയിൽ ആകെ കവർ ചെയ്യാൻ പറ്റിയത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഗേറ്റിൽപ്പെട്ട 4 പവലിയൻസ് മാത്രമാണ്. നമ്മൾ പുറമേ നിന്ന് വിചാരിക്കുന്നത് പോലെയൊന്നല്ല എക്സ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടൽ പോലെ തന്നെ ഉണ്ട്. ഞാൻ അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അഥവാ മെയിൻ എൻട്രൻസ് തന്നെയാണ്, ഓപ്പർച്യൂണിറ്റി ഗേറ്റിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ രാജ്യത്തിൻ്റെ ഫ്ലാഗും ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് കാണാൻ പറ്റും നിങ്ങൾക്ക്. വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പുറമേ മുഹമ്മദ് ബിൻ സായിദ് റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയൊന്നുമല്ല. നമ്മൾക്ക് ഇതിനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ 6 മന്ത് മതിയായെന്ന് വരില്ല. അത്രയും ആ ഫസ്റ്റ് ഒരു ഇമ്പ്രഷനിൽ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ എക്സ്പോ മെയിൻ ഓഫീസിൻ്റെ അടുത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇതുകൂടാതെ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ് ഉണ്ട്, മൊബിലിറ്റി പാർക്കിംഗ് ഉണ്ട്, സസ്റ്റൈനബിലിറ്റി പാർക്കിംഗ് ഉണ്ട്. നമ്മൾ പോകുന്നത് ഓപ്പർച്യൂണിറ്റി ഗേറ്റിലാണ്. അതായത് 92 കൺട്രീസിൻ്റെ പവലിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യത്തിൻ്റെയും. അപ്പോൾ അവിടത്തേക്കാണ് 95 ആണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഞാനിവിടെ എക്സ്പോ മെയിൻ ഓഫീസിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്, ഫ്രീ ബസ് സർവീസാണ്. അവിടെ കൊണ്ട് ഇറക്കും. അഥവാ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഗേറ്റിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഓപ്പർച്യൂണിറ്റി പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ശേഷം ബഗ്ഗി എന്ന് പറയും, നമ്മളെ കറണ്ട് കാർ, നമ്മൾ ഈ പാർക്കിലൊക്കെ കാണാൻ പറ്റുന്ന ആ കാർ വന്ന് നമ്മൾ എടുത്തിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മളെ ബസ് വന്നിരിക്കുകയാണ്. എല്ലാം ഫ്രീ ആണ്, ഒന്നിനും ചാർജില്ല. നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ബസ്സായാലും ബഗ്ഗി ആയാലും ടിക്കറ്റ് കൗണ്ടറിലേക്കും തിരിച്ച് നമ്മുടെ എല്ലാ ഷോയും കണ്ട് തിരിച്ച് പാർക്കിങ്ങിലേക്ക് വരാനും ബസ്സായാലും ബഗ്ഗി ആയാലും നമ്മളെ കൊണ്ടുവിടുന്നതിന് ഒരു ചാർജും ഇല്ല, എല്ലാം ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് 95 ദിറംസ് പെർ വിസിറ്റാണ്. അഥവാ ഹോൾ മന്ത് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മാസം മുഴുവനും ഡെയിലി വന്ന് പോകണമെന്നുണ്ടെങ്കിൽ 195 ദിറംസ്. അഥവാ 6 മന്ത് ഡെയിലി വന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഹോൾ സീസൺ പാസിന് 495 ദിറംസ് ആണ്. ഇപ്പോൾ അവിടെ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 15 മുമ്പ് 95 ദിറംസിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസം മൊത്തത്തിൽ എല്ലാ ദിവസവും വന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി നടന്ന് പോവുകയാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക്. വളരെ തിരക്ക് കുറഞ്ഞൊരു സിറ്റുവേഷൻ. പക്ഷെ അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പുറമേന്ന് കാണുന്ന ഒരു ഇമാജിനേഷനെ അല്ല, നമ്മളെ എല്ലാ ഇമാജിനേഷനും തെറ്റിക്കുന്ന രീതിയിലാണ് അതിൻ്റെ അകത്തെ സിസ്റ്റം. വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വെറുതെ ചെന്ന് കയറിയതാണ്. അപ്പോഴേക്കും എനിക്ക് അതിൻ്റെ പുറത്തിറങ്ങാനും മനസ്സ് വരുന്നില്ല. എന്താ വെച്ചാൽ അത്രക്കും കാണാനുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല, 1% പോലും കവർ ചെയ്തിട്ടില്ല. ആകെ 4 പവലിയൻസിൽ കയറിയെന്നേ ഉള്ളൂ. തിരിച്ചിറങ്ങി, എനിക്ക് വേറൊരു ബിസി കാര്യം ഉള്ളത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇൻഷാല്ലാ ഞാൻ തിരിച്ചു പോയി ബാക്കിയെല്ലാം എക്സ്പ്ലോർ ചെയ്യും. എനിക്ക് ടിക്കറ്റ് കിട്ടിയത് RTAൻ്റെ വകുപ്പിലാണ്. അതായത് ഞാൻ ലിമോസിൻ ഡ്രൈവറാണല്ലോ. അപ്പോൾ എനിക്ക് ഓൾ 6 മന്ത് ഏത് ദിവസവും വന്നു കഴിഞ്ഞാലും ഫ്രീ ടിക്കറ്റാണ്. അതാണ് എൻ്റെ ടിക്കറ്റിൽ 0 എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ RTA കാർഡും കാണിച്ചു, ടിക്കറ്റ് എടുത്തു. അത് RTA ഡ്രൈവേഴ്സിന് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. RTA ത്രൂ അവർ RTA കാർഡും എമിറേറ്റ്സ് IDയും ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ടിക്കറ്റാണ്. അങ്ങനെ കുറച്ച് ഈത്തപ്പഴ മരത്തിൻ്റെ അടിയിലൂടെ ഓപ്പർച്യൂണിറ്റി ഗേറ്റാണിത്. ഇതുപോലെയല്ല, വേറെയും 2 ഗേറ്റ് ഉണ്ട്. അതായത് മൊബിലിറ്റി ഗേറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഗേറ്റ്. അത് അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഇൻഷാല്ലാ അവിടെ പോയിട്ട് ഇതിന് പിറകെ വരുന്ന വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഗേറ്റ്, പവലിയൻസ്, ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ പവലിയൻസിലേക്കുള്ള
ഓപ്പർച്യൂണിറ്റി ഗേറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. അങ്ങനെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു ബഗ്ഗിയിൽ ഇവിടെ വന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ ബാഗേജ് ക്ലിയറൻസ് ആണ്. നമ്മളുടെ ബാഗിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യാനും നമ്മളുടെ പേഴ്സും വാച്ചും ഒക്കെ അത് നമ്മൾ എയർപോർട്ട് സിസ്റ്റം തന്നെ, അതായത് ഗ്രീൻ ചാനലിലൂടെ നമ്മളപ്പുറം കടത്തി വിടും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കരുതുക, ചെറുമാതിരി ഫുഡ് കരുതുക, സ്നാക്സ് കരുതുക. ഓൾറെഡി ഞാനവിടെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡും സ്നാക്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് ജ്യൂസൊക്കെ ആയിട്ട് അതിൻ്റെ അകത്തെല്ലാം അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എനിവേ 1 ദിറംസ് 2 ദിറംസ് കൂടുതലായിരിക്കും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം നമ്മൾ ബാഗേജ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഏരിയ വലിയൊരു ലൈൻ തന്നെയുണ്ട്. ഇപ്പം തിരക്കില്ല, അതായത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് അല്ലേ, ഈ മാസം തുടങ്ങിയതല്ലോ, അതുകൊണ്ട് വലിയ തിരക്കില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാണ് നമ്മുടെ ഫേസ് സ്കാനിങ് ഒക്കെ ഉണ്ട്. അതായത് സീസണൽ പാസ് വേറെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഫേസ് സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഗേറ്റിൽ കയറുമ്പം തന്നെ കിട്ടുന്നത് നോർവേയുടെ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലും തോന്നുന്നത്. അതിൻ്റെ അകത്തൊരു 15 മിനിറ്റ്, എല്ലാ പവലിയൻസിൻ്റെ അകത്തൊരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് അവരുടെ രാജ്യത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക. അതായത് ഇത് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് നോർവേ ആണ്. നോർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ 2nd ലാർജസ്റ്റ് കോസ്റ്റ് ഗാർഡാണ്. അതായത് ഫസ്റ്റ് കാനഡ വരും, 2nd ലാർജസ്റ്റ് കോസ്റ്റ് ഗാർഡാണ്. അത് അവർ അതിനെക്കുറിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഇത് നമ്മുടെ മാപ്പാണ്, എക്സ്പോ സൈറ്റിൻ്റെ മൊത്തത്തിലുള്ള മാപ്പ്. ഇതിൻ്റെ ഒരു പിക്ചർ എടുത്ത് നമുക്ക് എവിടെയാണ് പോകേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എല്ലായിടത്തും മാപ്പ് വെച്ചിട്ടുണ്ട്. ദൂരെ കാണുന്നതാണ് ഒഫീഷ്യൽ സ്റ്റോർ. അതായത് എക്സ്പോ ഐറ്റംസും എക്സ്പോൻ്റെ പാസ്പോർട്ട് സെപ്പറേറ്റ് വാങ്ങണം, 20 ദിറംസ് കൊടുത്തിട്ട്. നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ പാസ്പോർട്ട് വരില്ല. നമ്മൾ ഒഫീഷ്യൽ സ്റ്റോറിൽ പോയിട്ട് സെപ്പറേറ്റ് 20 ദിറംസ് കൊടുത്തിട്ട് പാസ്പോർട്ട് കരസ്ഥമാക്കണം. അതായത് ഓരോ പവലിയൻസിൽ കയറുമ്പോഴും നമുക്ക് ഇറങ്ങുമ്പോഴും അവിടെ നിന്ന് സ്റ്റാമ്പ് തരും, ഓരോ രാജ്യത്തിൻ്റെതും, ഒരു ജസ്റ്റ് മെമ്മറി. അങ്ങനെ അവിടെ ഒരു നല്ലൊരു ഗൈഡൻസ് തരുന്നൊരു ലേഡി നിർത്തുന്നു. അവർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ സിസ്റ്റം ഇങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് ഇത്ര മിനിറ്റ് ഷോ ആണ്, ഇതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് നമ്മളെ അകത്ത് ചെന്ന് അകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തും ഇൻസ്ട്രക്ടറും അതിൻ്റെ ഗൈഡൻസും എല്ലാം തരുന്ന ഗൈഡും എല്ലാം അതിൻ്റെ അകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് യാതൊരു പേയ്മെൻറ്റും ചെയ്യേണ്ട. ഓരോ പവലിയൻസിൽ കയറുമ്പോഴും നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് വർത്തായിട്ട് എല്ലാത്തിൻ്റെ അകത്തും ഫ്രീ ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, അതിന് മാത്രമേ പൈസ ചിലവ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഫ്രീ ആണ്. അങ്ങനെ ഇവിടെ ക്യൂ നിന്നു നോർവേൻ്റെ ഷിപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ ഇതാ ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക്. അപ്പം കാണാനുണ്ട്, സംഭവം ഒരുപാട് കാണാനുണ്ട്. നമ്മൾ 6 മന്തൊക്കെ എന്തിനാ ഇപ്പോൾ എക്സ്പോ വെച്ചതെന്ന് ചിന്തിച്ചവർക്കുള്ള ഒരു പാഠം, ഒരു സംഭവം അതിൻ്റെ അകത്ത് കയറുമ്പോൾ കിട്ടും. ഇത് 6 മന്ത് കൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിക്കഴിയും അതിൻ്റെ അകത്ത് കയറുമ്പം തന്നെ. നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറോടുകൂടി ഒരു മടിയും കൂടാതെ വരിക. അതായത് അത്രയും കാണാനുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ്ടേ അതിൻ്റെ അകത്ത്. നമ്മൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് 495 ദിറംസിൻ്റെ പാസ് എടുക്കുക തന്നെയാണ്. ഹോൾ 6 മന്ത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഫ്രീ ടൈം കിട്ടുന്നത് അന്നേരം വന്ന് നമ്മൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പോ സൈറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഇവർ കോസ്റ്റ് ഗാർഡിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വലിയ സ്ക്രീനുകളിലായിട്ട് എല്ലായിടത്തും സജ്ജീകരിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനവും ഇതെല്ലാം എങ്ങനെയാണ് എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരും. നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഒരുപാട് ഉപകരിക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ അവിടുന്ന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു 15-20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തുള്ള
കൊളംബിയൻ പവലിയനിലേക്കാണ് അടുത്തതായി പോയത്. അതായത് ആമസോൺ കാടുകളില്ല, കൊളംബിയൻ പവലിയൻ. പക്ഷെ ഇത് ജസ്റ്റ് കാടായിട്ട് നമ്മൾ ഫോറസ്റ്റായിട്ട് പുറത്ത് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അകത്ത് ഫുള്ള് സ്ക്രീനിലാണ് നമ്മൾക്ക് ആ രാജ്യത്തിൻ്റെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു തരുന്നത്. അതായത് കഫീനും കുറേ ഫ്ലേവേഴ്സും എല്ലാം ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു ഫുള്ള് ഫോറസ്റ്റ്, നല്ലൊരു കൺട്രിയാണ്. ആ കൺട്രിയെക്കുറിച്ചെല്ലാം പറഞ്ഞു തരുന്ന ഗൈഡൻസ് എല്ലാം എടുത്തുകൊണ്ട് മാപ്പും എല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു തരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് ഓരോരോ നമ്മൾ തിയേറ്റർ മോഡലിൽ സ്ക്രീൻ ചെയ്ത് അവിടെ ഇരുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് സ്ക്രീനിലൂടെ. അപ്പം അതിനെല്ലാം ടൈം എടുത്തിട്ട് നമ്മൾ വന്നിട്ട് അതിൻ്റെ എല്ലാം മൂഡിൽ തന്നെ വന്നിരുന്ന് കാണണം. അതിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെ അകത്തും പവലിയൻസിൻ്റെ അകത്തും അവരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് കുറച്ചുണ്ട്. ജ്യൂസായിട്ട് അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതായത് ചെറിയ കഫ്തേരിയ കഫേയാണൊക്കെ എല്ലാ രാജ്യത്തിൻ്റെ അകത്തും അവരുടെ രാജ്യത്തിൻ്റെ സാധനങ്ങൾ, അതായത് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്. അങ്ങനെ ജ്യൂസ് അതെല്ലാം കൊടുക്കുന്ന സ്ഥലങ്ങൾ എല്ലാ പവലിയൻസിൻ്റെ അകത്തും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ചൈനീയ പവലിയനാണ്. കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കയറാൻ നിന്നിട്ടില്ല, പിന്നെ ഇത് കവർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്വിറ്റ്സർലാൻഡ് പവലിയന് കണ്ടിട്ട് നല്ല അട്രാക്ഷൻ തോന്നിയിട്ട് കയറിയതാണ്. വളരെ മനോഹരമായിട്ട് സ്വിറ്റ്സർലാൻഡിൻ്റെ പവലിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പഞ്ച് മാതിരിയുള്ള കാർപ്പറ്റ് വെച്ചു. കയറുന്നവർക്കെല്ലാം ഓരോ അംബ്രല്ല കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ അല്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും അംബ്രല്ല കളക്ട് ചെയ്ത് ഫോട്ടോ എടുക്കുന്നു. അത് കണ്ട് ഞാനും ഒരു അംബ്രല്ല എടുത്തു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ വളരെ മനോഹരം സ്വിറ്റ്സർലാൻഡ്. പിന്നെ ഫോട്ടോ എടുക്കാൻ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ അത്ര ഭംഗിയായിട്ട് കിട്ടിയിട്ടുമില്ല. എനിവേ സമയമുണ്ടല്ലോ, ഒരു 6 month ടൈം ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും വരാം. അങ്ങനെ ഇതാ എടുത്ത 2 ഫോട്ടോ ആണ്. വളരെ ഇഷ്ടപ്പെട്ടത് ഈ 4 പവലിയൻസിൽ ഈജിപ്തും സ്വിറ്റ്സർലാൻഡുമാണ്. അങ്ങനെ ഈജിപ്തിൻ്റെ പവലിയനിലും കയറിയതും വളരെ മനോഹരമായിട്ട് നല്ലൊരു അതിഥിയെ പോലെ അവർ സൽക്കരിക്കുകയാണ്. നമ്മളെ എങ്ങനെയാണ് അവരെ രാജ്യത്ത് പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു രീതിയിൽ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. വളരെ മനോഹരമായിട്ട് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങളും സ്ക്രീനിങ്ങും എല്ലാം നമ്മൾക്ക് നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് കാണണമെങ്കിൽ ഈ ഒക്ടോബർ മാസം ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. എന്താ വെച്ചാൽ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ വരും, ഒരു സംശയവുമില്ല. അത്രക്കും ജനങ്ങൾ ദുബായ് വിസിറ്റ് ചെയ്യാൻ പോകാനിരിക്കുന്നതേ ഉള്ളൂ. ദുബായ് ഭയങ്കര ബിസി ആകാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും മനോഹരമായിട്ടാണ് ഈ കയറിയിട്ട് ഒരു 5 നിമിഷത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല എക്സ്പോ ചെന്ന് നിൽക്കുന്നത്. എക്സ്പോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് എക്സ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ചെറുതെന്ന്. ഇത് അത്രക്കും മനോഹരമായിട്ട്, മനോഹരം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകളില്ല. ഒരു കടൽ കണക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 4 രാജ്യത്തിൻ്റെ സ്റ്റാമ്പും വാങ്ങി ഞാൻ അങ്ങനെ തിരിച്ചു. ഇൻഷാ അല്ലാഹ് വീണ്ടും വരും. ഒരുപാട് ഇന്ത്യൻ പവലിയൻസും പാകിസ്ഥാൻ പവലിയൻസും ഒരുപാട് രാജ്യത്തിൻ്റെ പവലിയൻസ് ഈ ഓപ്പർച്യൂണിറ്റി ഗേറ്റിൽ. നിങ്ങൾക്കിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഗേറ്റിലാണ് പോകേണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി പാർക്കിങ്ങിൽ വണ്ടി വെച്ച് ബഗ്ഗിയിൽ പോവുക. അതല്ല മൊബിലിറ്റി സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വേറെ 2 ഗേറ്റ് ഉണ്ട്. അവിടെ എന്താണെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് അതും കവർ ചെയ്ത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ ഫരീദ് എക്സ്പേർട്ട് നാവിഗേറ്റർ നിങ്ങളോട് തൽക്കാലത്തേക്ക് ബൈ ബൈ. താങ്ക് യു.